ഉപേക്ഷിക്കപ്പെടുന്ന കുഞ്ഞുങ്ങളെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്താൻ കോട്ടയം ജില്ലാ ജനറൽ ആശുപത്രിയുടെ ഓരത്ത് ഒരു തൊട്ടിൽ കാത്തിരിപ്പുണ്ട്. ഈ മടിത്തട്ടിൽ ആരെങ്കിലും എത്തിപ്പെട്ടാൽ കുഞ്ഞിൻ്റെ ഉച്ചത്തിലുള്ള കരച്ചിൽ കേൾക്കാതെ അധികൃതർ അറിയില്ല. തകരാർ മൂലം അമ്മത്തൊട്ടിലിൻ്റെ അലാം പ്രവർത്തിക്കാതായിട്ട് 1 വർഷം പിന്നിടുന്നു. അധികൃതരാകട്ടെ ഇതുവരെ യാതൊരു നടപടിയും കൈക്കൊണ്ടിട്ടില്ല. അമ്മത്തൊട്ടിലിൽ ആർക്കെങ്കിലും കുഞ്ഞിനെ കൊണ്ടുവയ്ക്കണമെന്ന് തോന്നിയാൽ അത് സുരക്ഷിതമായിട്ട് എടുക്കണം. ആ സുരക്ഷിതമായിട്ട് എടുക്കുന്നതിനുള്ള ആകെ തടസ്സമെന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ അലാം വർക്ക് ചെയ്യുന്നില്ലെന്നാണ്. ഇത്രയും കാലപ്പഴക്കമുള്ള ഒരു മെഷീനായതുകൊണ്ട് നമുക്ക് റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് പുതിയത് വയ്ക്കുക എന്നുള്ളതാണ്. അത് ജില്ലാ പഞ്ചായത്തുമായിട്ട് ആലോചിച്ച് CWC തന്നെ അതിന് താല്പര്യമെടുത്തു. കൃഷ്ണകുമാരി രാജശേഖരനാണ് അതിൻ്റെ ചെയർപേഴ്സൺ. അവരെ ഞാനിപ്പോൾ ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞത് ഒരു ആശങ്കയ്ക്കും കാരണമില്ല. കോഡ് ഓഫ് കോണ്ടാക്ട് നിലനിൽക്കുമ്പോൾ ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞാലുടൻ തന്നെ നമുക്കത് പരിഹരിക്കാൻ പറ്റും. അലാം തകരാറായിട്ടും ഈ മടിത്തട്ടിൽ ഒരു കുഞ്ഞ് എത്തിയിരുന്നു. കഴിഞ്ഞ ഡിസംബർ 16-ന് കുഞ്ഞിനെ തൊട്ടിലിൽ കിടത്താൻ ആരോ പോകുന്നത് അത്യാഹിത വിഭാഗത്തിലെ ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് കുട്ടിയെ സംരക്ഷിക്കാനായത്. ആശുപത്രി പരിസരത്ത് തെരുവുനായ്ക്കൾ ഉൾപ്പെടെ വിലസുന്നതിനാൽ സുരക്ഷിതമല്ലാത്ത ഈ അമ്മത്തൊട്ടിൽ കുരുന്നുകൾക്ക് ഒരു രക്ഷാകവചമല്ല. അനാഥത്വത്തിൻ്റെ പേരിൽ തെരുവിലാകുന്ന ഓരോ പിഞ്ചു കുഞ്ഞിൻ്റെയും ജീവൻ ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ട പദ്ധതിയോടുള്ള നീതികേട് കൂടിയാണിത്. ഇക്കഴിഞ്ഞ 15 വർഷങ്ങൾ കൊണ്ട് 27 കുരുന്നുകൾക്കാണ് ഈ അമ്മത്തൊട്ടിൽ തണലൊരുക്കിയത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ തകരാർ അടിയന്തരമായി പരിഹരിക്കണം. ക്യാമറമാൻ ജോബിൻ തേക്കടിക്കൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കോട്ടയം.